ഹായ് ഫ്രണ്ട്സ്, ലക്ഷ്മി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോയാലോ? ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഈ ദിവസമാണെന്ന് പറയും. എൻ്റെ ജന്മനാൾ. ഇന്ന് പുതിയൊരു വയസ്സിൻ്റെ കൂടെ തുടക്കമാണ്. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കേക്ക്, വിഷസ്, സെലിബ്രേഷൻ അതുമാത്രമല്ലല്ലോ. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയായിരുന്നു, ഇനി അടുത്ത വർഷം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനും ചിന്തിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ്. രാവിലെ എണീറ്റ് കുറച്ച് നേരം പുറത്തോട്ടൊക്കെ നോക്കിയിരുന്ന് സ്ലോ ഡൗൺ ആയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് ഈ സ്മെല്ല്, അഗർബത്തിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ സാമ്പ്രാണി കുറേ മേടിച്ച് സൂക്ഷിക്കാറുണ്ട്. സാമ്പ്രാണി കത്തിച്ചിട്ടാണ് എൻ്റെ ഒരു ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സാമ്പ്രാണി കത്തിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാവിലെ എല്ലാവരും എണീക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് നേരം എനിക്കായിട്ടുള്ള ഒരു മീ ടൈം തന്നെ ഞാൻ സെറ്റാക്കി. പിന്നെ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് കഴിഞ്ഞു. അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ ആണ് എൻ്റെ ബർത്ത്ഡേ ഈ വർഷം വന്നിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ നിന്ന് ഭഗവാന്റെ ഒരു പ്രസാദം വാങ്ങിച്ച് കഴിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ രാവിലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ്. ഈ ബർത്ത്ഡേ ദിവസം തന്നെ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ശീലങ്ങൾ ഞാൻ മൈൻഡിൽ കുറിച്ചു. രാവിലെ എന്നും എണീക്കുന്നതിൽ നിന്നും കുറച്ച് നേരത്തെ എണീക്കുക, സ്വന്തം ആരോഗ്യത്തിനും ഭക്ഷണത്തിനും കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, ആഴ്ചയിൽ കുറച്ച് സമയം എക്സർസൈസ് അല്ലെങ്കിൽ സൂംബ പോലുള്ള ആക്ടിവിറ്റിക്കായിട്ട് മാറ്റി വയ്ക്കുക, ദിവസവും കുറച്ച് സമയം ഫോൺ മാറ്റി വെച്ച് സ്വയം സമയം ചിലവഴിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പോസ്റ്റ്പോൺ ചെയ്യാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അമ്പലത്തിൽ വന്ന് ഭഗവാന്റെ അമ്പലത്തിൽ കഞ്ഞിയൊക്കെ കഴിച്ചു. ആ ഒരു ദിവസം ഭഗവാന്റെ ഭക്ഷണം കഴിച്ച് സ്റ്റാർട്ട് ചെയ്തതിൽ എനിക്ക് വളരെ ബ്ലെസ്സിങ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിൽക്കുമായിരുന്നു. ബർത്ത്ഡേ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ മനസ്സിനൊരു പ്രത്യേക സമാധാനമാണ് തോന്നിയത്. വലിയ ആഗ്രഹങ്ങളൊന്നും ചോദിക്കാതെ എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല ആരോഗ്യം, സമാധാനം, സന്തോഷം ഇതൊക്കെ ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിച്ചത്. ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടത് വലിയ മാറ്റങ്ങളല്ല, മനസ്സിന് കുറച്ച് സമാധാനം തന്നെയാണ്. അയ്യപ്പൻ്റെ അമ്പലമായതുകൊണ്ട് ശനിയാഴ്ച ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അമ്പലത്തിൽ കയറി തൊഴുവാൻ നന്നായിട്ട് പറ്റിയായിരുന്നു. തിരക്കുണ്ടെങ്കിലും നമുക്ക് അതിനുള്ളൊരു സമയവും സാഹചര്യവും എല്ലാം കിട്ടി. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു അത്. കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ നിന്നും കുറച്ച് ക്ലിപ്പിങ്സും ഫോട്ടോയും ഒക്കെ എടുത്തു. ബർത്ത്ഡേ ആയതുകൊണ്ട് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഫോട്ടോയും ഒക്കെ എടുത്തു. പിന്നെ ഈ പുതിയ വയസ്സിൽ വലിയ വലിയ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കുന്നില്ല. കുറച്ച് നല്ല ഹാബിറ്റ്സ്, കുറച്ച് നല്ല തോട്ട്സ്, ആരോഗ്യത്തിന് കുറച്ച് കൂടുതൽ ശ്രദ്ധ, പിന്നെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് സമയം കൊടുക്കുക, അത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അമ്പലത്തിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് എൻ്റെ മോൾ എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു. ഭയങ്കര സന്തോഷമായി. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന ഗിഫ്റ്റിനേക്കാൾ കുട്ടികളുണ്ടാക്കുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റിന് ഭയങ്കര വാല്യൂ ആണ്. അവർക്ക് ഈ ഒരു ഏജിൽ നമുക്ക് ഇങ്ങനൊരു ഗിഫ്റ്റൊക്കെ തരാൻ പറ്റത്തുള്ളൂ. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് അവർ കുറച്ച് ബിസി ആയിരിക്കും. പിന്നെ ഇതിനുള്ള താല്പര്യം കുറയും. ഇപ്പോൾ അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അവർക്ക് നമ്മൾ പോക്കറ്റ് മണീസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ഉണ്ടാക്കി തരുന്ന സാധനങ്ങളാണ്. മോളത് കൊണ്ടു തന്നപ്പം വളരെ ഹാപ്പിയായി എനിക്ക്. അവൾ അത്രയും ടൈം എടുത്തിട്ട് എനിക്ക് വേണ്ടി ചെയ്തു തന്നതല്ലേ. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫുൾ റെസ്റ്റ് എടുക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. കൊച്ചുമോള് എൻ്റെ മടിയിലിരുന്നിട്ടാണ് എന്നും കാറിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ വളരുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അമ്മയുടെ മനസ്സാണ് എനിക്കുള്ളത്. ഇപ്പോഴും ഞാൻ അവരെ കൊച്ചു കുട്ടികളെ പോലെ പാമ്പർ ചെയ്തിട്ടാണ് ഞാനിപ്പോഴും വളർത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പറ്റി. എപ്പോഴും കിട്ടുന്നൊരു അവസരമല്ല ഇത്, നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഈ ബർത്ത്ഡേ എനിക്കൊരു സെലിബ്രേഷൻ മാത്രമല്ല, ഒരു ചെറിയ പുതിയ തുടക്കമാണ്. കഴിഞ്ഞതെല്ലാം അവിടെ തന്നെ വെച്ച് ഇനി വരുന്ന ദിവസങ്ങളെക്കുറിച്ച് കൂടുതൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്വീകരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഞാൻ ഒരു ഫേസ് മാസ്ക് ഫേസിലിട്ടിട്ടൊരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സേഷനാണ് തോന്നിയത്. വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാതെ ഞാനൊരു മ്യൂസിക്കൊക്കെ വെച്ചുകൊണ്ട് കുറേ നേരം റെസ്റ്റ് ചെയ്തു. നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആയിരുന്നു. അത് ബാലൻസ് വന്നത് ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫേസ് മാസ്ക് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തത്. നല്ലൊരു ഫേസ് മാസ്ക് ആയിരുന്നു. നല്ല റിസൾട്ടായിരുന്നു. എനിക്ക് പിറ്റേ ദിവസമാണെങ്കിൽ പോലും ആ ഒരു ഹൈഡ്രേഷൻ നല്ല പോലെ അറിയാൻ പറ്റിയായിരുന്നു.
പിന്നെ സ്കിന്നിന് കെയർ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ലിപ്പിനെയും കെയർ ചെയ്യും. ഒരു ലിപ് ബാം ഇട്ടിട്ട് ഞാൻ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തു. ഇനി കാണാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ആണ്. കുട്ടികളെപ്പോലെ തന്നെ എപ്പോഴും കേക്ക് കട്ടിങ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പണ്ട് തൊട്ടേ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇപ്പോഴും എനിക്കത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. പിന്നെ എന്നെക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആണ് കുട്ടികൾ. വലിയവരുടെ ബർത്ത്ഡേ ആണെങ്കിൽ അവർക്ക് കേക്ക് കട്ടിങ്ങും ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്തു. വളരെ ഹാപ്പി ആയിരുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ നമ്മൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് എപ്പോഴും എല്ലാവർക്കും കിട്ടണമെന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിന് ഞാൻ നല്ലൊരു താങ്ക്സ് ദൈവത്തിനോട് പറയുകയാണ്. പിന്നെ ഇനി മുതൽ ഒരു സെൽഫ് കെയറും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നാളും എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ നമ്മളെ തന്നെ കുറച്ച് മറന്നു പോകാറുണ്ട്. ഇനി മുതൽ എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഈ ബർത്ത്ഡേയിൽ. അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു ചെറിയൊരു ബർത്ത്ഡേ ആണ് കടന്നു പോയിരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുകയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യുകയും വേണം. ബൈ ബൈ.